വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് ഇന്ന് കൊടിയേറും. തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടകക്ഷേത്രങ്ങളിലുമായാണ് കൊടിയേറ്റ് നടക്കുക. ഇതോടെ തൃശൂർ നഗരം പൂരാവേശത്തിലേക്ക് കടക്കും. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ചുകൊണ്ട് പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിലും 8 ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറുന്നതോടെ തൃശൂർ നഗരം പൂരലഹരിയിലേക്ക് നീങ്ങും. പൂരപതാകകൾ ഉയർന്നതോടെ ദേവീദേവന്മാർ തട്ടകങ്ങളിലേക്ക് യാത്രയാകും. ഘടകക്ഷേത്രങ്ങളിലും രാവിലെ മുതൽ പൂരക്കൊടി ഉയരും. ലാലൂർ കാർത്തിയാനി ക്ഷേത്രത്തിലാണ് ആദ്യ കൊടിയേറ്റം. ഈ മാസം 24-ന് സാമ്പിൾ വെടിക്കെട്ടും 25-ന് പൂരം വിളംബരവും നടക്കും. 26-നാണ് പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം. പാറമേക്കാവ് ക്ഷേത്രത്തിൽ രാവിലെ 11-ഓടെ വലിയ പാണി കൊട്ടി ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. 11:30-നാണ് കൊടിയേറ്റം. പാരമ്പര്യാവകാശികളായ ചെമ്പിൽ വീട്ടിലെ കുട്ടനാചാര്യൊരുക്കുന്ന കൊടിമരത്തിലാണ് ചടങ്ങുകൾ നടക്കുക. വലിയ പാണിക്ക് ശേഷം തട്ടകക്കാർ ക്ഷേത്രത്തിൽ കൊടിമരം ഉയർത്തും. സിംഹരൂപം ആലേഖനം ചെയ്ത കൊടിക്കൂറയാണ് ഭഗവതിയുടെ സാന്നിധ്യത്തിൽ ഉയർത്തുക. ക്ഷേത്ര സമുച്ചയത്തിലെ പാലമരത്തിലും കൊടി ഉയർത്തും. തിരുവമ്പാടി ക്ഷേത്രത്തിൽ രാവിലെ 11-നും 11:30-നും മധ്യയാണ് കൊടിയേറ്റം. പാരമ്പര്യാവകാശികളായ താഴ്ത്തുപുരയ്ക്കൽ സുന്ദരനും സുഷിത്തും ചേർന്നാണ് കൊടിമരം ഉയർത്തുക. മേൽശാന്തി ദേശക്കാർക്ക് കൈമാറുന്ന കൊടിക്കൂറ ഉപചാരപൂർവ്വം കൊടിമരത്തിൽ ചാർത്തും. ശ്രീകൃഷ്ണന്റെയും ഭഗവതിയുടെയും സാന്നിധ്യം സൂചിപ്പിക്കുന്ന നീലയും മഞ്ഞയും നിറത്തിലുള്ള പതാകകളാണ് ഉയർത്തുക. തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങൾക്കൊപ്പം മറ്റ് ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറ്റം നടക്കും. ഇതോടെ നഗരം പൂരാവേശത്തിലേക്ക് കടക്കും. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.